ഹോട്ടൽ ഉടമകൾ അർജന്റീനയുടെ ആരാധകരായാൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. കൊച്ചിയിലെ ഹോട്ടൽ സ്റ്റോറീസ് എന്ന ഹോട്ടൽ അർജന്റീനയുടെ പതാകയുടെ നിറത്തിലാണ് ഇപ്പോൾ പുട്ട് വിളമ്പുന്നത്. അർജന്റീന ജയിച്ചാൽ ഹോട്ടലിൽ എത്തുന്നവർക്ക് ഈ പുട്ട് സൗജന്യമായി നൽകുമെന്നും ആ ഹോട്ടൽ ഉടമകൾ പറയുന്നു. ലോകകപ്പ് ആവേശത്തിലേക്ക് നീങ്ങുമ്പോൾ ആരാധകർക്ക് എന്തൊക്കെ ചെയ്യണം എന്ന ആലോചനയും ഒപ്പം ചെറിയ ആശങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഫീൽഡ് എന്താണോ അത് തെരഞ്ഞെടുത്തുകൊണ്ടാണ് അവരുടെ ഒരു ഇഷ്ടമെല്ലാം പ്രകടമാക്കുന്നത്. കൊച്ചിയിൽ ഇവിടെ ദേശാഭിമാനി റോഡിൽ ഹോസ്റ്റൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ അവർ ചെയ്തിരിക്കുന്നത് അർജന്റീനയുടെ കടുത്ത ആരാധകരാണ്. അതുകൊണ്ട് അർജന്റീനയുടെ പതാക അത് തീമാക്കിക്കൊണ്ട് ചുട്ട് കൊടുക്കുന്നു എന്നാണ്. തള്ളൽ അർജന്റീനയ്ക്ക് കൂടുതലാണ് ആരാധകരുടെതെന്ന് പറയുമ്പോൾ കൂടിയും ഇവരുടെ ഒരു വേറിട്ട സ്നേഹമാണ് അർജന്റീനൻ ആ രീതിയിലൊരു പുട്ട് എല്ലാം ഉണ്ടാക്കി ഫൈനലിലേക്ക് പോരുമ്പോഴേക്കും അത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലേക്ക് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. നമുക്കൊപ്പം ഒരു കൂടി ചേരുന്നുണ്ട്. ഋതിക്കും സുഹൃത്തുക്കളുടെ ഒരു സംരംഭമാണല്ലോ. അതെ 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 ഞാനും എന്റെ സഹോദരനായിട്ടുള്ള അബിയും കൂടി ചേർന്നിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ്. അപ്പൊ അത് ഞങ്ങള് നമ്മളുടെ ടീമിലുള്ള കൂടുതൽ ആളുകളും അർജന്റീന ആരാധകരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശയത്തിലേക്ക് ഞങ്ങള് വരാൻ തന്നെ കാരണം. ഞങ്ങൾ ഈ സെമി ഫൈനൽ മത്സരത്തിന് തൊട്ടു മുന്നായിട്ടാണ് ഇങ്ങനെ ആശയം വരികയും ഇങ്ങനെ ഒരു പുട്ട് അർജന്റീനയുടെ കൊടിയുടെ നിറത്തിലുള്ള ഒരു പുട്ട് നൽകാം എന്നൊരു ചിന്തയിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആ സെമി ഫൈനലിൽ അർജന്റീന കപ്പടിക്കും എന്ന് ഞങ്ങൾക്ക് വിജയിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ പുതിയൊരു ഓഫർ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അർജന്റീന ആരാധകരായി ഈ ജേഴ്സി അണിഞ്ഞ് വന്നാൽ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയുടെ കപ്പ് മെസ്സി ഉയർത്തി അതിനുശേഷം അന്ന് രാവിലെ വരെയുള്ള സമയത്തിനുള്ളിൽ ജേഴ്സി അണിഞ്ഞ് ഇവിടെ വരുന്ന എല്ലാവർക്കും അർജന്റീനയുടെ കൊടിയുടെ നിറത്തിലുള്ള പുട്ട് സൗജന്യമായി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മത്സരത്തിന് ശേഷം രാത്രി ഇത് 24 hour വർക്ക് ചെയ്യുന്ന ഹോട്ടലാണ്. ഈ അർജന്റീന കപ്പടിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 1978-ലും 86-ലും 22-ലും കപ്പ് ഉയർത്തിയതുപോലെ മെസ്സി ഇത്തവണയും കപ്പ് ഉയർത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താണ് ജേഴ്സി എന്തൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്? ശംഖുപുഷ്പം, പിന്നെ പൊൻകതിന്റെ പുട്ടോടി, പിന്നെ വേറൊന്നുമില്ല അല്ലേ? അതന്നെ ഉപ്പ്, അതായത് വേറെ ആഡഡ് കളേഴ്സ് അതൊന്നുമില്ല, നാച്ചുറൽ തന്നെ ശംഖുപുഷ്പം തന്നെ. ഇവിടെ വന്ന് മറ്റേ ടീമിന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അർജന്റീന ഇത് കഴിക്കുന്നതിന് അത് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. അല്ല നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഇഷ്ടമാകുന്നുണ്ട് ആൾക്കാർ. നല്ലോണം ഉണ്ട്, നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ ഹോസ്റ്റൽ സ്റ്റോറീസ് എന്ന ഹോട്ടൽ ഉള്ളത്. അതോടൊപ്പമാണ് ഈ ഫുട്ബോൾ കാലത്തേക്ക് അതിന് പറ്റിയ രീതിയിൽ അവർ ഇഷ്ടപ്പെട്ട ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അർജന്റീനയും പുട്ടും തയ്യാറായിരിക്കുന്നു. മത്സരം വിജയിച്ചാൽ കപ്പ് ഉയർത്തിയാൽ ആകർഷകമായ ഓഫറും ആരാധകർക്ക് വേണ്ടി അവർ നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അർജന്റീനയുടെ പുട്ട് കഴിക്കാൻ ആരാധകർക്ക് നാളെ ഭാഗ്യം ഉണ്ടാകുമോ? ഈ സമയം പുട്ടെത്രണം പോകും എന്ന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.